ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ബാസില. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ഡിസൈൻ എങ്ങനെയാണ് ഞാൻ ക്ലോത്തിലേക്ക് വരച്ചെടുത്തതെന്ന് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസൈൻ വരയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതാവും നല്ലത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ആങ്കറിൻ്റെ എംബ്രോയ്ഡറി ത്രെഡാണ്. ഫസ്റ്റ് അത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിവിടെ 3 സ്റ്റാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ലീവ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ്സ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് നമുക്ക് എംബ്രോയ്ഡറിൻ്റെ ത്രെഡൊക്കെ 6 സ്റ്റാൻഡ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 3 ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡിസൈൻ ഒന്നും കൂടെ ഒരു റിയലിസ്റ്റിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതായത് നല്ല തിന്നായിട്ടുള്ള ഡിസൈൻസ് നമുക്ക് കിട്ടും ഇങ്ങനെ സ്റ്റാൻഡ്സ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. അതായത് 2 ഇഴയോ 3 ഇഴയോ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിങ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് സൂചിയിൽ നൂല് കൊടുത്ത് അതിൻ്റെ ഒരറ്റം നോട്ടിട്ട് കൊടുത്തു. ഇനി സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ലീവ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫിഷ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിച്ചിൽ ലീഫിൻ്റെ അറ്റത്തു നിന്നാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ലീഫിൻ്റെ സെൻറ്ററിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഈ സെൻറ്ററിൽ കൊടുത്ത ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ അതിലേക്ക് ബേസ് ചെയ്തിട്ട് 2 സൈഡിൽ നിന്ന് ലീഫിൻ്റെ 2 സൈഡിൽ നിന്ന് അങ്ങനെ സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് റൈറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ റൈറ്റിൽ നിന്ന് സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തത് ലെഫ്റ്റിൽ നിന്ന് സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് ഇടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് ഉണ്ടാവുമല്ലോ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അടുത്ത സ്റ്റിച്ച് വരേണ്ടത്. ഈ ഒരു രീതിയിൽ നമുക്ക് ലീഫ് മൊത്തത്തിൽ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇതിന് ലീഫ് സ്റ്റിച്ച് എന്ന് പറയുന്നുണ്ട്, ഫിഷ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. നമുക്ക് ലീവ്സൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ ഈ സ്റ്റിച്ച് കൊണ്ട് കഴിയും. മാക്സിമം നമുക്ക് കൂടുതൽ ത്രെഡ് എടുക്കുന്നതിന് പകരം ഇതുപോലെ 3 ഇഴയോ 2 ഇഴയോ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഇത് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഒന്നുമില്ല, ജസ്റ്റ് 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ഇങ്ങനെ സ്റ്റിച്ചിട്ട് പോവാം. ആ സെൻറ്ററത്തെ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നത് ഓരോന്നും താഴ്ത്തി ഇങ്ങനെ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. നമ്മുടെ ലീഫ് ഫില്ല് ചെയ്ത് വരുന്നത് വരെ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് ആ സെൻറ്ററത്തെ സ്റ്റിച്ച് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ സെൻറ്ററിൽ കൂടെ ആ ലീഫിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈന് വരച്ചു കൊടുത്തിട്ട് ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഒന്നും കൂടെ നീറ്റിൽ സ്റ്റിച്ച് കിട്ടും. ലീഫ് ഫില്ല് ചെയ്തിനി തണ്ടിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ കുറച്ച് 1-2 സ്റ്റെം സ്റ്റിച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ലീഫ് ഫില്ല് ചെയ്തെടുത്തു. ഇനി സ്റ്റെം സ്റ്റിച്ചാണ് ബാക്കി സ്റ്റെമ്മിൻ്റെ ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെയും സെയിം ത്രെഡ് സെയിം സ്ട്രാൻഡ്സ്, അതായത് 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെയും ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അടുത്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് ഉണ്ടല്ലോ ആ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നിന്നാണ് അടുത്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ചെയ്യുന്ന സ്റ്റിച്ചൊക്കെ ഒരേ ലെങ്ത്തിൽ കൊടുക്കുക. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം എടുത്ത സ്റ്റിച്ചിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ ബാക്കിലേക്ക് കുത്തി പിന്നെയും സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തുന്ന സമയത്ത് ഈ കുഞ്ഞു ബ്രാഞ്ചസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൈ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്.
ഫ്ലൈ സ്റ്റിച്ച് ചെയ്യാൻ ഫസ്റ്റ് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. നെക്സ്റ്റ് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് എടുത്തിട്ട് അതുപോലെ സെൻറ്ററിലേക്ക് എടുത്ത് പിന്നെ അവിടുന്ന് പിന്നെ താഴേക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെയൊക്കെ ഓരോരോ കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ഇന്ന സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ എങ്ങനെയാണോ ഭംഗിയിൽ കിട്ടുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടാവും, പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് ചിലപ്പോൾ ആ ലൈൻസ് മേലൊന്നും ആയിരിക്കില്ല. നമുക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് എവിടേക്കാണോ കൊടുക്കേണ്ടത്, എവിടേക്കാണ് ഫില്ല് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ സ്റ്റിച്ചുകൾ ഇട്ട് അങ്ങനെ പോകും. നല്ല രസമാണ് പരിപാടി. ഇനി ഇതേ ഒരു മെത്തേഡിൽ ബാക്കി ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ലീഫിൻ്റെ ഭാഗത്ത് ഫിഷ് ബോൺ സ്റ്റിച്ച് കൊടുക്കുക, സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് സ്റ്റെം സ്റ്റിച്ച് കൊടുക്കുക, പിന്നെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ്, അങ്ങനെ ഫുൾ നമ്മൾ ഹൂപ്പിൽ വരച്ച എല്ലാ ഭാഗങ്ങളും ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ഈ പാറ്റേണിൽ വരുന്ന ബാക്കി എല്ലാ ഭാഗങ്ങളും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഫ്ലവേഴ്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേരാണ് വൂവൻ റോസ്. ഇത് ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എംബ്രോയ്ഡറി തീരെ അറിയാത്തവരാണെങ്കിലും ഈ ഒരു സ്റ്റിച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഫോൾഡഡ് ത്രെഡാണ് വേണ്ടത്. അതായത് എംബ്രോയ്ഡറിൻ്റെ ഫുൾ നൂലെടുത്തിട്ട് അത് ഫോൾഡ് ചെയ്തിട്ട് രണ്ടറ്റം കൂട്ടി കിട്ടും. അപ്പോൾ നമുക്ക് 12 സ്ട്രാൻഡ്സ് ആക്കിയിട്ട് നൂല് കിട്ടും. ആ ഒരു ത്രെഡാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സർക്കിളിനെ 5 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഇവിടെയൊക്കെ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് അറ്റത്തേക്ക് ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുഞ്ഞു സർക്കിളൊക്കെ ആണെങ്കിൽ അതിൽ ഒരു 3 സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി.
3, 5, 7 ഇങ്ങനെ ഓഡ് നമ്പേഴ്സ് ആയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ 5 സ്റ്റിച്ചും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നൂല് ബാക്കിലേക്ക് എടുത്തിട്ട് അവിടെ ഒന്ന് നോട്ടിട്ട് കൊടുക്കുക. 1-2 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ നോട്ടിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്റ്റിച്ച് പെട്ടെന്ന് അഴിഞ്ഞു വരും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സർക്കിളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫോൾഡഡ് ത്രെഡ് തന്നെ കുറച്ച് ലെങ്ത്തിൽ എടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നമ്മൾ ചെയ്ത് വെച്ച ഓരോ സ്റ്റിച്ചിലും ഇതുപോലെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലോത്തിൽ ടച്ച് ചെയ്യാതെ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്ത് വെച്ച ഈ ഒരു സ്റ്റിച്ചിൽ ഒന്നിടവിട്ട് ഇങ്ങനെ കോർത്തെടുക്കുക. അതായത് ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ നൂല് താഴെ കൊടുക്കുക, പിന്നത്തെ സ്റ്റിച്ചിൽ മുകളിൽ, പിന്നത്തെ സ്റ്റിച്ചിൽ താഴെ, പിന്നത്തെ സ്റ്റിച്ചിൽ മുകളിൽ, അങ്ങനെ ഒന്നിടവിട്ട് ഇങ്ങനെ മുകളിലും താഴെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് കോർത്തെടുത്താൽ മതി. കോർത്തെടുക്കുന്ന സമയത്ത് ഭയങ്കര ടൈറ്റായിട്ട് നമ്മൾ വലിക്കാൻ പാടില്ല, ചെറിയൊരു ലൂസിലാണ് ചുറ്റിയെടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ഫുള്ള് കവർ ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം ടൈറ്റ് ആക്കിയിട്ട് വലിക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫ്ലവർ ഫോം ചെയ്ത് വരുന്നത് കാണുന്നില്ലേ? ഇപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ക്ലോത്തിലും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഫസ്റ്റ് ചെയ്ത ഒരു സ്റ്റിച്ച് കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ക്ലോത്തിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. ഇനി എന്താ നെക്സ്റ്റ് ഇതിൻ്റെ ബാക്കിൽ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം, നോട്ട് ഇട്ട് കൊടുക്കണം. ഇവിടെയും സ്റ്റിച്ച് ഇടുന്ന സമയത്ത് 1-2 നോട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്റ്റിച്ച് വേഗം അഴിഞ്ഞു വരും. ഇതുപോലെ തന്നെ ഇനി ബാക്കി ഫ്ലവേഴ്സും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ആദ്യം വരച്ച കുറച്ച് ഇങ്കൊക്കെ അവിടെ കാണുന്നുണ്ടല്ലോ,
അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നോർമൽ വാട്ടർ എടുത്തിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് വാട്ടർ അഡ്രസ്സിബിൾ പെന്നാണ് ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് ഡിപ്പ് ചെയ്താൽ തന്നെ ഈ ഒരു ഇങ്ക് പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും. ഇനി നമ്മളെ ഹൂപ്പിനെ ഒന്നുകൂടെ മൊഞ്ചാക്കാൻ നമ്മൾ ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഞ്ച് നോട്ട് ഇല്ലാത്ത ഒരു ഹൂപ്പ് എൻ്റെ കയ്യിലുണ്ടാവില്ല. അത്രയ്ക്കും ഇഷ്ടമാണ് ഈ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ. ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാൻ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്കിത് ശരിക്ക് കുറച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ നീഡിൽ ഇതുപോലെ മുകളിലേക്ക് എടുക്കുക. ഇനി ആ ഒരു സൂചിയിൽ 2 പ്രാവശ്യം നൂല് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് സൂചി താഴ്ത്തി കൊടുക്കുക. നമ്മുടെ സെയിം ഹോളിലേക്കല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെയിം ഹോളിലേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ താഴേക്ക് ആ നോട്ടോട് കൂടിയിട്ട് താഴേക്ക് വരും. പിന്നെ നൂല് ഇതുപോലെ ചുറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ഇടത് കൈ കൊണ്ട് ഈ ഒരു നൂലിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം. ആ ഹോൾഡ് ചെയ്യുന്ന നൂല് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന സമയത്താണ് അത് റിലീസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുവരെ നമ്മൾ ആ ഒരു ത്രെഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് കറക്റ്റ് ആ ഫിനിഷിങ്ങിൽ നമുക്ക് ഈ ഒരു നോട്ട് കിട്ടുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റിച്ച് കറക്റ്റ് കിട്ടണമെന്നില്ല. നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാലാണ് ഈസി ആയിട്ട് ഫ്രഞ്ച് നോട്ട്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു ഹൂപ്പിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ചെയ്തിരുന്ന ആ ഭാഗത്ത് മൊത്തം ഇതുപോലെ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബേബി സ്പ്രിറ്റിൻ്റെ ആ ഒരു കറക്റ്റ് എഫക്റ്റ് കിട്ടുന്നില്ലേ. ബാക്കിയുള്ള ഭാഗത്തും ഇതുപോലെ ഫ്രഞ്ച് നോട്ട്സ് ചെയ്തെടുത്താൽ നമ്മളെ പാറ്റേൺ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹൂപ്പിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഞാൻ ഈ ഒരു ലെറ്റേഴ്സ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചിട്ടില്ല അല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ഒരു ലെറ്റേഴ്സ് എങ്ങനെ ചെയ്തത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.